ടിപ്പുവിനെ അടിയറവ് പറയിച്ച തിരുവിതാംകൂറിന്റെ സുവർണ ചരിത്രം സിനിമയാകുന്നു. ടിപ്പൂസ് നെമസിസ് എന്ന പേരിൽ സഹായത്തോടെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഗവേഷകനും ചലച്ചിത്ര പ്രവർത്തകനുമായ കൃഷ്ണകുമാർ കൈമൾ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കൃഷ്ണകുമാർ കൈമൾ. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ടിപ്പൂസ് നെമിസസ് എന്ന ഒരു ചരിത്ര സിനിമ അത് എയിൽ പൂർത്തിയാക്കിയ അവതരിപ്പിക്കുന്ന കൃഷ്ണകുമാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് ഈ സിനിമയുടെ പശ്ചാത്തലം, എന്താണ് അതിലൂടെ പറയുന്നത് എന്ന് നമുക്കൊന്ന് തിരക്കാം. ഇപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ് വരുന്നത്, എയിലാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. എന്താണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്? കേരളത്തിലെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം അടക്കമാണോ ഇതിൽ സൂചിപ്പിക്കുന്നത്? ഇത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊന്നല്ല, ഇത് കേരളത്തിൻ്റെ ചരിത്രമാണ്. അതായത് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന പല സംഭവങ്ങളും പല കാരണങ്ങൾ കൊണ്ട് അടുത്ത തലമുറയെ പഠിപ്പിക്കാതെയോ പഠിക്കാതെയോ പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കുളച്ചൽ യുദ്ധം. ഇന്നത്തെ എത്ര യുവതലമുറയ്ക്കറിയാം കുളച്ചൽ യുദ്ധം? അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെക്കാട്ടിലും വലിയ സ്വാധീന ശക്തിയായിരുന്നു ഡച്ച്. ആ ഡച്ച് പടയെ ആദ്യമായി തോൽപ്പിച്ച ഒരു ഏഷ്യൻ പടയായിരുന്നു തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയുടെ പട. അതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം? ഇങ്ങനെ നമ്മൾ അറിയാതെ പോകുന്ന ഒത്തിരി ചരിത്രങ്ങൾ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്തോ ഇത് പല ആൾക്കാരെക്കുറിച്ചും നമ്മൾ പഠിക്കാറില്ല, അറിയാറില്ല. ഇപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ്, ഇതിൻ്റെ തൊട്ടടുത്താണ് വൈക്കം. കുഞ്ഞിലേ മുതൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയാണ് ടിപ്പു സുൽത്താനെ വെട്ടി ഓടിച്ച വൈക്കം പത്മനാഭപിള്ളയുടെ കഥ. അപ്പം വളർന്ന് ഒരു ഗവേഷകനായപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. അങ്ങനെയാണ് ഇതൊരു സിനിമയാക്കണമെന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. വൈക്കം പത്മനാഭപിള്ളയ്ക്ക് കേരള ചരിത്രത്തിൽ എന്താണ് സ്ഥാനം എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിൻ്റെ ലൈൻ, അതായത് നമ്മുടെ ആലുവ മണപ്പുറത്ത് വെച്ച് ടിപ്പുവിനെ തടഞ്ഞതുകൊണ്ട് ടിപ്പുവിൻ്റെ അധിനിവേശം ആലുവ കൊണ്ട് അവസാനിച്ചു. അല്ലായിരുന്നെങ്കിൽ ടിപ്പുവിൻ്റെ അധിനിവേശം എന്ന് പറയുന്നത്, കാരണം ടിപ്പുവിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൽ എൻ്റെ കുതിരയെ കെട്ടുമെന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ഭൂത്താൻകെട്ട് ഡാം പൊട്ടിച്ചു വിട്ട് അവിടെ കാളിക്കുട്ടി എന്ന് പറയുന്ന വൈക്കം പത്മനാഭപിള്ളയുടെ ശിഷ്യനും കൂട്ടുകാരനും മരിക്കുന്നു. ഇവരൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമല്ല. അവരുടെ ആ അന്നത്തെ അതായത് ഇത് ചെയ്യുന്ന സമയത്ത് വൈക്കം പത്മനാഭപിള്ളയുടെ പ്രായം 30 വയസ്സാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ ഒരാൾ സ്വന്തം മാതൃഭൂമിക്ക് വേണ്ടി ഇത്രയും വലിയൊരു സ്വാധീന ശക്തി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പടയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമാണ്. വൈക്കം പത്മനാഭപിള്ളയും തൻ്റെ 19 ശിഷ്യന്മാരുമാണ് ടിപ്പുവിനെ തടഞ്ഞു നിർത്തിയത്. ആ യുദ്ധം ജനങ്ങൾ അറിയണം, അത് കുട്ടികൾക്ക് മനസ്സിലാക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ, നമ്മൾ എയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏറ്റവും ലേറ്റസ്റ്റ് പ്ലാറ്റ്ഫോമാണ് മാഗ്നിഫിക് എന്ന് പറയും. അതിൽ സീഡൻസ് 2.0 ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. അത് ഉപയോഗിച്ച് ഇത് എയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെ ബാക്കിയുള്ള ചിലവുകളും കാര്യങ്ങളും നോക്കുമ്പോൾ ആണ് കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് ഇത് എയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി 2027 പകുതിയോടുകൂടി തിയേറ്ററിലെത്തിക്കാനാണ്. തിയേറ്റർ റിലീസ് തന്നെയാണ് പ്ലാൻ. ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലും, കാരണം ആയതുകൊണ്ട് നമുക്ക് പരിമിതികളില്ല, ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലും ഈ സിനിമ ഉണ്ടാവും. ഇത് ജെനുവിൻ സിനിമയായി, അതായത് അഭിനേതാക്കൾ അഭിനയിക്കുന്ന അത്തരമൊരു സിനിമയായി വരാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇനിയും സാധ്യതയുണ്ടോ? ആ ആലോചന തുടങ്ങുന്നത് 2024 2024 ഞങ്ങൾ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന്. ഇതിൻ്റെ പുറകിലുള്ള ചാലകശക്തി പ്രജ്ഞാപ്രവാഹ സംയോജകൻ ജെ നന്ദകുമാറാണ്. നന്ദേട്ടാന്ന് ഞാൻ വിളിക്കും, നന്ദേട്ടനാണ് ഇതിൻ്റെ ഒരു ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് വർക്ക് ചെയ്യുന്നു. അത് ഒത്തിരി മുമ്പോട്ട് പോയതാണ്. അതായത് മലയാളത്തിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, മലയാളത്തിലെ ഏറ്റവും മുൻനിര ഡയറക്ടർമാരിൽ ഒരാൾ ഇത് ഡയറക്റ്റ് ചെയ്യാൻ ഇപ്പോഴും സന്നദ്ധനാണ്. പക്ഷേ ഇതിന് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1790 അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതിന് ഉണ്ടാവുന്ന ചിലവുകൾ വളരെ വലുതാണ്. അപ്പം അത് മുമ്പോട്ട് കൊണ്ടുവരാൻ നമ്മൾ ആക്ടേഴ്സിനെ സമീപിച്ചിരുന്നു. മലയാളത്തിൽ നിന്ന് നമ്മൾ ആരെയും സമീപിച്ചിരുന്നില്ല. കാരണം ആ പ്രൊഡക്ഷൻ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടർ ലിസ്റ്റ് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇൻഡസ്ട്രി അല്ല നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. കാരണം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ലോക കളക്ട് ചെയ്തത് 300 കോടിയാണ്. ഇതിൻ്റെ ബഡ്ജറ്റ് അത്രത്തോളം വരും. അപ്പോൾ 300 കോടി കളക്ഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ ബോളിവുഡിലാണ് ശ്രമിച്ചത്. ബോളിവുഡിലെ വളരെ അറിയപ്പെടുന്ന ഒരു നടന് ഈ സിനിമ ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഡേറ്റ് ഇഷ്യൂസും ഇതുമൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറിയത്. കഥകൾ നമ്മൾ പറഞ്ഞിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. മലയാളത്തിൽ ഇപ്പം സമീപഭാവിയിൽ പറഞ്ഞിരുന്ന ഒരു പുറത്തുനിന്ന് വന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനും റെഡിയായിരുന്നു.
പക്ഷേ ഇതായിരുന്നു കണ്ടീഷൻ. കാരണം നമുക്കൊരു മലയാളത്തിൽ നിന്നല്ലാതെ ഒരു ആക്ടർ വേണമായിരുന്നു. അപ്പോൾ ഒരു മലയാളിയായിട്ട് മലയാളി അല്ലാതെ ഒരു ആക്ടർ ചെയ്യുമ്പോൾ അതിന് പറ്റിയൊരു ആക്ടറിനെ കിട്ടണമായിരുന്നു. കിട്ടുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഡേറ്റ് ഇഷ്യൂവും കാരണങ്ങൾ കൊണ്ടാണ്. കാരണം അതിപ്പം അങ്ങനെ ചെയ്താൽ ഇതൊരു 2030 പോലും ഇറങ്ങില്ല. അതുകൊണ്ടാണ് അത് മാറ്റിയത്. എന്ത് തന്നെയായാലും കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന അതും ഏറ്റവും സത്യസന്ധമായി പറയുന്ന ഒരു സിനിമയാണ് എയിൽ തയ്യാറായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്രയും വേഗം തിയേറ്ററിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.